ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മളോടൊപ്പം ഫാദർ ജോയ് പളിക്കുന്നേൽ ഫാദർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, ആസാമിൽ നിന്ന് ചേരുന്നുണ്ട്. ഫാദർ, എത്രത്തോളം തീവ്രമാണ് ഇപ്പോഴത്തെ ആസാമിന്റെ അവസ്ഥ ഈ പ്രളയവുമായി ബന്ധപ്പെട്ട്? കേൾക്കാം, പറഞ്ഞോളൂ. അരുണാചൽ പ്രദേശും ആസാമും നാഗാലാൻഡ് ഈ മൂന്ന് സംസ്ഥാനങ്ങൾ ഹലോ ഫാദർ പറഞ്ഞോളൂ. അരുണാചൽ പ്രദേശും ആസാമും അരുണാചൽ നാഗാലാൻഡ് മൂന്ന് തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനങ്ങളാണ്. ആദ്യം മഴ അരുണാചൽ പ്രദേശിൽ രൂക്ഷമായി അനുഭവപ്പെട്ടു, വലിയ വെള്ളപ്പൊക്കം അനുഭവപ്പെട്ടു. അത് കഴിഞ്ഞ് നാഗാലാൻഡിൽ തുടങ്ങി. ഈ രണ്ടു വശത്തെ സ്റ്റേറ്റിൽ നിന്നും ആസാമിലേക്ക് വളരെയധികം വെള്ളം ഒഴുകി വരികയും അതോടൊപ്പം നിയന്ത്രണത്തിനതീതമായി ആസാമിന്റെ കിഴക്ക് ഭാഗത്തുള്ള 4 ജില്ലകൾ പ്രത്യേകിച്ചും വളരെ രൂക്ഷമായ വെള്ളപ്പൊക്കത്തിൽ കഷ്ടപ്പെട്ടു. അവർക്ക് സഹായം എത്തിക്കുവാൻ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും വളരെ വൈകി എന്ന് പറയാൻ കാരണം അതിനായിട്ടുള്ള തയ്യാറെടുപ്പ് അവരെടുത്തിട്ടില്ലായിരുന്നു. അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് വെള്ളം പ്രത്യേകിച്ച് ഈ 4 ഡിസ്ട്രിക്റ്റുകൾ, സിബ്സാഗർ ഡിസ്ട്രിക്ട്, ജോർഹാട്ട് ഡിസ്ട്രിക്ട്, ധമാജി ഡിസ്ട്രിക്ട്, ബിശ്വനാഥ് ഡിസ്ട്രിക്ട്, ഗോലഘാട്ട് ഡിസ്ട്രിക്ട്, ഇങ്ങനെ ഈ ഡിസ്ട്രിക്റ്റുകൾ പ്രത്യേകിച്ചും വളരെ വലുതായ വെള്ളപ്പൊക്കം അനുഭവപ്പെട്ട് ഒരു നാൾ ഈ കഴിഞ്ഞ 100 വർഷത്തിനുള്ളിൽ ആരും അനുഭവിക്കാത്ത വെള്ളപ്പൊക്കമാണ് അനുഭവപ്പെട്ടത്. അത് കാരണം ഏതാണ്ട് 77ഓളം ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു. സാധാരണ ആസാമിൽ വെള്ളപ്പൊക്കം വരുമ്പോൾ ആൾക്കാർ അതിന് തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കം ഒരിക്കലും അങ്ങനെ രൂക്ഷമായി അനുഭവപ്പെടാത്ത ഒരു സ്ഥലമായതുകൊണ്ട് പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തിൽ ആൾക്കാർക്ക് യാതൊരു വഴിയില്ലാതെയായി ഒത്തിരി പേർ പെട്ടെന്ന് വെള്ളത്തിൽപ്പെട്ടു. 77 ഇന്നത്തെ റിപ്പോർട്ട് അനുസരിച്ച് 77 പേർ മരിച്ചു. അഫക്റ്റഡ് ആയിട്ട് ഇവിടെ ക്യാമ്പുകളിലും മറ്റേതായി കിടക്കുന്ന ആൾക്കാർ ഏതാണ്ട് 2,12,000 ആൾക്കാർ അഫക്റ്റഡ് ആയിട്ട് സീരിയസ് ആയിട്ട് കിടക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പതുക്കെ സിറ്റുവേഷൻ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള എല്ലാ പരിപാടികളും റിലീഫും പിന്നെ മറ്റു സഹായങ്ങളും ചെയ്യുവാൻ ഗവൺമെന്റ് വരുന്നുണ്ട്. അതിനു മുമ്പ് സാധാരണ നാട്ടുകാർ തന്നെ എല്ലാം ഓർഗനൈസ് ചെയ്ത് പല ഗ്രൂപ്പുകളായിട്ട് റിലീഫ് ആൾക്കാർക്ക് എത്തിച്ച് ഒത്തിരി പേര് രക്ഷപ്പെടുത്തി. ഒരാൾ തന്നെ ഒരു ചെറിയ കൊച്ചു ബോട്ട് കൊണ്ട് 300 പേരെയോളം രക്ഷപ്പെടുത്തി വെള്ളത്തിൽ ചുറ്റിക്കടന്നവരെ എന്നുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതാണ്ട് 17 ലക്ഷം ഹെക്ടർ കൃഷിഭൂമികൾ വെള്ളത്തിന്റെ അടിയിൽ ഇപ്പോഴും കിടക്കുകയാണെന്ന് പറയുന്നത് ഇന്നത്തെ റിപ്പോർട്ട് അനുസരിച്ച്. സിബ്സാഗർ ജില്ലയിൽ ഏതാണ്ട് 71,000 പേർ വെള്ളത്തിന്റെ കഷ്ടതയിൽപ്പെട്ട് ക്യാമ്പുകളിലെല്ലാം അവരവരുടെ വീടുകളിലാണ് ഒത്തിരി പേരും. ക്യാമ്പുകളിലെല്ലാം കൂടെ 112 ക്യാമ്പുകൾ ഇപ്പോൾ ഗവൺമെന്റിന്റെയും മറ്റുള്ളവരുടെ സഹായത്തിൽ ഉണ്ടാക്കി അവിടെയെല്ലാം ഈ ഫുഡെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. 62,000 പേർക്ക് ഡെയിലി ഫുഡ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഇന്നത്തെ റിപ്പോർട്ട് കണ്ടത്. 13,000 പേര് ഷെൽട്ടർ ക്യാമ്പുകൾ ഉണ്ടെന്നാണ് ഇന്നത്തെ കൊടുത്തിരിക്കുന്ന DRIMS ഡിസാസ്റ്റർ റിപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ആ സിസ്റ്റം ഗവൺമെന്റ് സിസ്റ്റമാണ്. അതുപോലെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ന് 13,000 പേര് ക്യാമ്പുകളിൽ ഇന്നും ഈ ത്രിപ്പാളിന്റെ അടിയിലായിട്ട് കിടക്കുന്ന വഴിയരികിൽ കൂടെ. അവർക്കെല്ലാം ഷെൽട്ടറും മറ്റു പരിപാടികളും ഗവൺമെന്റ് ഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ രൂക്ഷമായ ഒരു ഇതാണ്. വെള്ളം താന്നു പോയാലും അവിടുത്തെ ആൾക്കാർക്കെല്ലാം മണ്ണിന്റെ അടിയിൽ അവരുടെ ഒത്തിരി കൃഷിസ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു, വീടുകൾ നഷ്ടപ്പെട്ടു, കിടപ്പാടമില്ലാതെ പിന്നെ മറ്റുള്ള അസുഖങ്ങൾ വരുന്ന പേടി, വെള്ളമില്ലാത്ത അവസ്ഥ, ഇങ്ങനെയുള്ള അവസ്ഥയിൽ വളരെ കഷ്ടപ്പാടിലാണ് ആൾക്കാർ ഇപ്പോൾ ജീവിക്കുന്നത്. പക്ഷേ ഇപ്പോൾ മഴയുടെ രൂക്ഷത കുറഞ്ഞു. ഇപ്പോൾ പതുക്കെ സിറ്റുവേഷന് ഒരുവിധം ഭേദപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഫാദർ, മറ്റൊരു കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അരുണാചൽ പ്രദേശിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ നമ്മളത് അവിടുന്ന് പിതാവ് നമ്മളോടൊപ്പം ചേർന്ന് അതിനെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്തായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഫാദർ സൂചിപ്പിച്ച നാഗാലാൻഡിലെ വെള്ളപ്പൊക്കമെല്ലാം. ഈ 2 സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല എന്നാണോ മനസ്സിലാക്കാൻ കഴിയുക? അതോ അധികൃതർ വിചാരിച്ചോ ഇവിടെ ഉണ്ടാവില്ല എന്നുള്ളൊരു
വിചാരത്തിൽ ഇരുന്നോ? ഇവിടെ ഉണ്ടാകുന്നത്, ഇവിടുത്തെ ആസാം അതിനുവേണ്ടി പ്രിപ്പയർഡ് അല്ലായിരുന്നു. പ്രത്യേകിച്ച് നാഗാലാൻഡിൽ നിന്നുള്ള വെള്ളപ്പൊക്കമാണ് ആസാമിന് കൂടുതൽ കഷ്ടത ഉണ്ടാക്കിയത് ഈ ഇടയ്ക്ക്, ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ. അതിന് സാഹചര്യം ഇവിടെ ഗവൺമെന്റ് തയ്യാറാക്കിയിട്ടില്ലായിരുന്നു. അവർക്ക് എടുക്കില്ല. അത് തന്നെ എന്തോ ന്യൂസിലും പ്രത്യേക വാർത്ത, അവർ എന്തോ ക്ലൗഡ് ബേസ്റ്റ് വന്നു, ഉരുൾപൊട്ടലുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല സംഭവിച്ചത്. വളരെ കൂടിയ മഴയും ഇവിടെ വേറെ ചില പ്രശ്നങ്ങൾ, പ്രകൃതിയുടെ നിയന്ത്രണം നന്നായിട്ട് നടത്താതെ നദികളിൽ കല്ലുകൾ കൊണ്ടിരുന്ന ആ സ്ഥിതി, പെർമിഷൻ കൂടാതെ അങ്ങനെയുള്ള ഇതൊക്കെയാണ് വാർത്തയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരു വെള്ളപ്പൊക്കത്തിനായിട്ട് ഗവൺമെന്റ് തയ്യാറല്ലായിരുന്നു ആ ഭാഗത്ത്. 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഗവൺമെന്റിന്റെ ജില്ലാ അടിസ്ഥാനത്തിലുള്ള പ്രസ്ഥാനങ്ങൾ ഈ റിലീഫിനുള്ള സംഗതികളെല്ലാം റെഡിയാക്കി, ബോട്ടൊക്കെ റെഡിയാക്കി മറ്റുങ്ങളായിട്ട് വന്നുകൊണ്ടിരുന്നത്. അല്ലാത്തപ്പോൾ അവർക്ക് ഫോൺ വിളിച്ചപ്പോലും റെസ്പോണ്ട് ചെയ്യുന്നില്ലായിരുന്നാണ് ആൾക്കാർ പറയുന്നത്. നിലവിൽ ഫാദർ സൂചിപ്പിച്ചു മഴ ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട് എന്ന്. ഒരു ശാന്തതയിലേക്ക് വരും എന്ന് മനസ്സിലാക്കാൻ കഴിയുമോ? ഒരു കുറച്ചുകൂടെ ഇതായിട്ട് വരും ആൾക്കാർ. മഴയില്ലെങ്കിൽ വെള്ളം താഴ്ന്നു ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു നദി മാത്രമാണ് ഡേഞ്ചർ ലെവലിന് മുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. മറ്റതെല്ലാം വെള്ളം കുറഞ്ഞു. മറ്റേ അവിടെ ഇപ്പൊ ഫാദർ നിൽക്കുന്ന സ്ഥലത്ത് ഈ പ്രശ്നമുണ്ടോ? ഞാൻ ഇപ്പൊ നിൽക്കുന്നത് അവിടെ വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇതിന്റെ അടുത്തുള്ള ഡിസ്ട്രിക്റ്റ് ആണ് ശിവസാഗർ ഡിസ്ട്രിക്ട്. അവിടെയാണ് ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടായത്. ഞാൻ അവിടെ പണ്ട് ജോലി ചെയ്തിട്ടുള്ള സ്ഥലമാണ്. 7 വർഷത്തോളം ഞാൻ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ മിക്കവാറും പ്രദേശം നന്നായിട്ട് അറിയാം. ഓക്കെ, വളരെ നന്ദി ഫാദർ, വളരെ നന്ദി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് സംസാരിച്ചതിന് വളരെ നന്ദി.